വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇത് എവിടുന്നെങ്കിലും വന്ന് ആരുടെയെങ്കിലും ആശ്രിതയെ നിയമിക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റല്ല. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ നടന്നിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടുത്തെ നിങ്ങൾ പരിശോധിക്കേണ്ടത് അവിടുത്തെ 1ാം റാങ്ക് എന്ന് പറയുന്നത് അവിടെ 70 പേരുടെ ലിസ്റ്റ് ഇട്ടതിൽ 1ാം റാങ്കായിട്ട് വന്നിരിക്കുന്നത് അവിടെ CDS ചെയർപേഴ്സണാണ്. CPM കാരിയായിട്ടുള്ള CDS ചെയർപേഴ്സൺ. അത് 2ാം റാങ്കായിട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറുടെ ഭാര്യയാണ്. 3ാം റാങ്കായിട്ട് വന്നിരിക്കുന്നത് മുനിസിപ്പൽ കൗൺസിലറുടെ സഹോദരന്റെ ഭാര്യ. വരുന്നത് ആ ഇന്റർവ്യൂവിൽ കാറ്റഗറി ഉണ്ട്. പ്രായമായവർ, അതുപോലെ തന്നെ വിധവകൾ, അതുപോലെ തന്നെ പല കാറ്റഗറി ബേസിലായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള ആ പാവപ്പെട്ടവർ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉൾപ്പെടെ അവരുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം ഉൾപ്പെടെയാണ് ഇന്റർവ്യൂവിൽ മാർക്ക് കൊടുക്കേണ്ടത്. ആരാണ് ഇന്റർവ്യൂ ബോർഡിലുള്ളത്? ആരാണ്? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇത്തരം ആൾക്കാരിൽ നിന്ന് നടത്തിയ ഒരു ഇന്റർവ്യൂ ലിസ്റ്റിലാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഇരുന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാന്റെ മകൾക്ക് അവിടെ ഇന്റർവ്യൂവിൽ എന്താണ് അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർ, ഹെൽപ്പർ നിയമന ലിസ്റ്റിലെ രാഷ്ട്രീയവൽക്കരണം ഉപേക്ഷിക്കുക, CPM നേതാക്കളുടെയും ബന്ധുക്കളുടെയും സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന നിയമന ലിസ്റ്റ് റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, അമൃത രാമകൃഷ്ണൻ, രജിത് നാറാത്ത്, പുഷ്പലത KP തുടങ്ങിയവർ സംസാരിച്ചു. ശ്യാമള PK, TC പ്രിയ, ഉഷ M, ഷർമിള A തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.